ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നത് ഒരു അടിപൊളി പാവയ്ക്ക മസാലക്കറിയാണ്. അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ മസാലക്കറി തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഈ കറിക്ക് കയ്പൊന്നും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ വളരെയധികം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലത്തെ ആ മുള്ളു ഭാഗം ചെറുതായിട്ടൊന്ന് ചെത്തിക്കളയുക. പിന്നീട് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുക. അതിന്റെ ഉള്ളിലത്തെ കുരുഭാഗങ്ങളൊക്കെ കളയുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്യാം. റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിലും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഉപ്പും കൂടിയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. അപ്പൊ ഇതിന്റെ ആ അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇതിന്റെ ആ കയ്പ് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അങ്ങ് ഊറ്റി കളയാം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് കടായി എടുത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഗ്രാമ്പു, അതുപോലെ തന്നെ കറുവപ്പട്ട, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നത് കുറച്ച് കൊച്ചുള്ളിയാണ്. അപ്പൊ കൊച്ചുള്ളി ഇട്ട് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇനി കൊച്ചുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവോള മാത്രം ചേർത്താലും മതി. പിന്നീട് കൊച്ചുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പൊ ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പൊ അങ്ങനെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ഇതിന്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പൊ അതൊന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരുന്നവരെ വഴറ്റി കൊടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ അല്പം കറിവേപ്പിലും കൂടിയാണ്. അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വഴറ്റുക. പിന്നീട് നമ്മൾ എടുത്തു വെച്ച പാവയ്ക്ക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മളെ പാവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുറച്ച് സമയം എടുത്ത് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ അങ്ങനെ നമ്മളെ പാവയ്ക്ക നന്നായിട്ട് വെന്ത് വരണം ഇതിൽ നിന്ന്. അപ്പൊ ഒന്ന് അടച്ചു വെക്കുക കുറച്ച് സമയം. അപ്പൊ അങ്ങനെ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വറ്റി നല്ല വെന്ത് കുറുകി വരും. നമ്മളെ എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞു വരുന്ന സമയത്തേക്ക് നമ്മൾ ഇതിലേക്ക് 2 തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം അതിന്റെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരണം. അപ്പൊ ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഈ പാവയ്ക്ക കിടന്ന് ഒന്ന് കുറുകി വരണം. അപ്പൊ നന്നായിട്ട് കുറുകി വരാൻ വേണ്ടി നമ്മളൊന്ന് കുറച്ച് സമയം കൂടെ അടച്ചു വെക്കുക. ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മളെ തക്കാളിയുടെ ആ പച്ച വെള്ളം ഒഴിച്ചതൊക്കെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാവയ്ക്കയും തക്കാളിയുടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തത്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്തുകൊണ്ട് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് പിന്നീട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പൊ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ വെക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായി തിളച്ച് നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ ഇതിനെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പൊ എന്താ അങ്ങനെ കുറുകി വരുന്നത് നമ്മളെ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വരണം കേട്ടോ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ അതിലേക്ക് അല്പം ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.